السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അറിവിൻ്റെയും ആദർശത്തിൻ്റെയും പതാകവാഹകനായി ഇലാഹി ചിന്തകളുടെ വിളക്കുമാടവുമായിരുന്ന ഒരു മഹാനായ വ്യക്തിത്വത്തെയാണ് നാം ഇന്നിവിടെ സ്മരിക്കുന്നത്. ഇത് മറ്റാരുമല്ല, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളെ പറ്റിയാണ്. താജുൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിലെ കിരീടം. ഈ പദവി വെറുതെ ലഭിച്ചതല്ല, അത് തങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് ആർജിച്ചെടുത്തതാണ്. 1922 കോഴിക്കോട് ജില്ലയിലെ കരുവന്തുരുത്തിയിൽ സയ്യിദ് അബൂബക്കർ ചെറുകുന്നിക്കോയ തങ്ങളുടെയും മാതാവ് ഹലീമ ബീവി എന്നറിയപ്പെടുന്നതുമായ മാതാവിൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ അറിവ് നേടാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ഉസ്താദന്മാരുടെ കീഴിൽ, കണ്ണിയത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, അങ്ങനെ പോലെ വലിയ വലിയ ഉസ്താദന്മാരുടെ കീഴിൽ പഠിച്ചു വളർന്നൊരു വിദ്യാർത്ഥിയായിരുന്നു താജുൽ ഉലമ തങ്ങൾ ഉസ്താദ്. അങ്ങനെ പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് പോലുള്ള ഇസ്ലാമിക വൈജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്നാണ് തങ്ങൾ ഉന്നത പഠനം പൂർത്തിയാക്കിയത്. അവിടെ വെച്ച് ലഭിച്ച ആഴത്തിലുള്ള അറിവിൻ്റെ ആ ഒരു കടിഞ്ഞ കൊണ്ടാണ് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗമാവാൻ തങ്ങൾക്ക് കഴിഞ്ഞത്. തങ്ങളുടെ ജീവിതം കേവലം ഒരു പണ്ഡിതൻ്റേത് മാത്രമല്ലായിരുന്നു, ഒരു കർമ്മയോഗിയുടെ കൂടെയായിരുന്നു. ഉസ്താദിന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി മാറിയത് കർണാടകയിലെ ഉള്ളാൾ എന്ന സ്ഥലമാണ്. അവിടെ തങ്ങൾ ഉസ്താദ് സ്ഥാപനങ്ങൾക്ക് അടിത്തറയിട്ടു, സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സയ്യിദ് മദരി അറബി കോളേജിന്റെ പ്രിൻസിപ്പാൾ പദവിയിൽ 65 വർഷത്തോളം അദ്ദേഹം തങ്ങൾ ഉസ്താദ് സേവനമനുഷ്ഠിച്ചു. ഇത് അവിടുത്തെ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളാണ്. 1971 ഉള്ളാളിന്റെ കാളിയായി, അതായത് മതനിയമങ്ങൾക്ക് വിധികർത്താവായി അവിടെ നിയമിക്കപ്പെട്ടു. കാസർഗോഡ് മുതൽ ദക്ഷിണ കന്നഡയിലെ പല പ്രദേശങ്ങളുടെയും മതപരമായ കാര്യങ്ങളിൽ ഉസ്താദിന്റെ വിധി ചോദ്യം ചെയ്യപ്പെടാത്തതായിരുന്നു. 2000 അതായത് 50 വർഷത്തെ ഉള്ളാളിലെ സേവനത്തിന്റെ സ്മരണാർത്ഥമാണ് തങ്ങൾക്ക് താജുൽ ഉലമ എന്ന പേര് വീണത്. ഇനി സംഘാടന പരമായി നോക്കുകയാണെങ്കിൽ, പണ്ഡിതനായ ഒരു വ്യക്തിയുടെ കടമ എന്നത് സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കുക എന്നതാണ്. ഈ ദൗത്യത്തിൽ തങ്ങൾ അസാമാന്യം വിജയിച്ചു എന്ന് വേണേൽ പറയാം. തങ്ങൾ ഉസ്താദ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രസിഡന്റായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയപരവും സംഘാടനപരവുമായ എല്ലാ പ്രതിസന്ധികളിലും തങ്ങൾ ഉസ്താദ് ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു. ആദർശപരമായ കാര്യങ്ങളിൽ കണിശത പുലർത്തിയ വ്യക്തിയായിരുന്നു തങ്ങൾ ഉസ്താദ്. പലപ്പോഴും ഗുരുക്കന്മാരുമായി പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്ന നിലപാടിൽ ഉറച്ചു നിന്ന ചരിത്രം നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. തങ്ങൾ ഉസ്താദ് ഒരിക്കലും തീവ്രവാദത്തെയും വിഘടനവാദത്തെയും ഉയർത്തിപ്പിടിച്ചില്ല. ഇസ്ലാമിന്റെ മധ്യമാർഗമാണ് സ്വീകരിച്ചത്. തങ്ങൾ ഉസ്താദിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ആഡംബരങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ഭക്തനായ ഒരു സാധാരണക്കാരന്റെ ജീവിതശൈലി തങ്ങൾ പിന്തുടർന്നു. 2014 ഫെബ്രുവരി 1 താജുൽ ഉലമ തങ്ങൾ ഉസ്താദ് നമ്മോട് വിട പറഞ്ഞു. എങ്കിലും കണ്ണൂരിലെ എട്ടിക്കുളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങൾ ഉസ്താദിന്റെ സ്മരണകൾ ഓരോ സുന്നി പണ്ഡിതന്റെയും മനസ്സിലൊരു പാഠപുസ്തകമാണ്. തങ്ങൾ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ശിഷ്യന്മാരും ആദർശത്തിൽ അടിയുറച്ച ഒരു സമുദായവുമാണ്. നമ്മുടെ നേതാക്കന്മാരെയും ഇതുപോലുള്ള നമ്മുടെ നേതാക്കന്മാരെയും സാദാത്തുക്കളെയും നമ്മൾ പിൻപറ്റി ജീവിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next call letter C.